നമസ്കാരം. നാടിൻ്റെ നാവുന്നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാർത്ത ചെയ്യുന്ന പ്രധാനമായിട്ടും ഇന്നലെയായിരുന്നു നമ്മുടെ ലൈല ക്രിയേഷൻസിൻ്റെ ഞാനീ നീഞ്ഞ എന്ന സിനിമയുടെ റിലീസ്. ആ റിലീസുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അവിടെ പറഞ്ഞ വാക്കുകൾ, അവിടെ കണ്ട ആൾക്കാർ, അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒപ്പം 2 ആരോഗ്യ ക്യാമ്പുകളാണ്. മറ്റു വാർത്തകളും അതിനോടൊപ്പം ഉണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പുരുഷാധിപത്യ രീതികൾ നമ്മുടെ സമൂഹത്തിൽ പ്രകടമാണെന്ന് PC വിഷ്ണുനാഥ് MLA. നമ്മുടെ സമൂഹത്തിൽ പുരുഷാധിപത്യ രീതികൾ പ്രകടമാണെന്ന് PC വിഷ്ണുനാഥ് MLA ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ LT ധർമ്മ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഞാനീ നീഞ്ഞ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വേണേഴ്സ് കോളേജ് ഡയറക്ടർ R വേണുഗോപാലപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുശീല ടീച്ചർ, നാടക പ്രതിഭ PK ഉണ്ണികൃഷ്ണൻ, രാജൻ മലനട, ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ, കവി ശശിധരൻ കുണ്ട്ര, ആർട്ടിസ്റ്റ് മുളവന NS മണി, CM സെയ്ഫ്, സിന്ധു ഗോപൻ, രേഖ J പിള്ള, LT ധർമ്മ, R തുളസി എന്നിവർ സംസാരിച്ചു. എനിക്ക് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ചടങ്ങ്, ഇതേ സമയത്തല്ല, അത് 4:30-ക്കാണ്. പക്ഷേ അവിടെ പോയാൽ അതൊരു 1.5 മണിക്കൂർ നിൽക്കുന്ന ചടങ്ങാണ്. 6 മണിയാകാതെ വരാൻ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയെത്തും. അത് പ്രയാസമാണ്, എല്ലാവർക്കും ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നത് സിനിമയ്ക്ക് മുൻപ് ഒന്ന് സൗകര്യം ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അത് അദ്ദേഹം സമ്മതിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ സിനിമ കാണാനുള്ള സൗകര്യം അദ്ദേഹം എനിക്കായിട്ട് ചെയ്തു തന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായി സാധാരണ ഇവിടെ വരുമ്പോഴാണ് സിനിമ കാണുന്നത്. ഇത്തവണ ഈ സിനിമ ഞാൻ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയ ദൗത്യമാണ്. കാരണം തുളസിയണ്ണൻ ആദ്യത്തെ സിനിമയുടെ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അവസരത്തിൽ നമ്മളോടെല്ലാം പറഞ്ഞിരുന്നു, 1 മാസം 1 സിനിമ, അങ്ങനെ 1 വർഷം 12 സിനിമ. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആദ്യത്തെ സിനിമ തുടങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി ഇത് അങ്ങനെ പറ്റുമോ, അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും. പക്ഷേ അത് നടത്താനുള്ള പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, സാധ്യമാവത്തില്ല എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അദ്ദേഹം അതിനെ എല്ലാം ആ വെല്ലുവിളി ശരിയാമെന്ന് ഏറ്റെടുത്ത് ഇതിപ്പോൾ 7ാമത്തെ സിനിമയായിട്ടുണ്ട്. ഞാൻ എല്ലാ സിനിമയും കണ്ട ആളാണ്, ചടങ്ങുകളിൽ പങ്കെടുത്ത ഒരാളാണ് എന്ന നിലയിൽ വലിയ അഭിമാനം നമുക്ക് തോന്നുന്നു. 7 സിനിമകൾ ഇപ്പോൾ ഇവിടെ ഈ പ്രസന്ന ചേച്ചി ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചതാണ്. ഇപ്പോൾ 7ാമത്തെ സിനിമയൊക്കെ ആയപ്പോഴത്തേക്ക് അതുപോലെ വേണുസാറിൻ്റെ അവിടുത്തെ സുശീല ടീച്ചർ ഒരു സിനിമയിൽ നായികയായിരുന്നു. ഈ സിനിമയിലും ഒരു വേഷമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇനി മുഖ്യധാരാ സിനിമാ താരങ്ങളായിട്ട് മാറുന്ന രൂപത്തിലേക്ക് ഓരോ സിനിമയും കഴിയുമ്പോഴത്തേക്കും അവരുടെ എല്ലാം പെർഫോമൻസ് ഇങ്ങനെ മെച്ചപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സിനിമയുടെ പ്രദർശനത്തിൻ്റെ സമയത്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ അങ്ങനെ കയറി ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമില്ല.
അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എങ്ങനത്തെ സിനിമ എടുക്കണം, എങ്ങനത്തെ നാടകം ചെയ്യണം, പിന്നെ തുളസീനോടൊക്കെയുള്ള നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു സിനിമയോട് ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ സാധാരണ വിനയത്തിൽ പറയുന്ന ഒരാൾ അതിനേക്കാൾ വിനയം കുറച്ചുകൂടെ എടുത്താണ് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചാണ് പറഞ്ഞത്. ആ രൂപത്തിൽ എടുക്കപ്പെടുമോ അല്ലെങ്കിൽ ശരിയാണോ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ടായതുകൊണ്ട് ഈ എല്ലാ സിനിമയും ഓരോ സന്ദേശം അല്ലെങ്കിൽ വളരെ എന്താണ് ഈ സിനിമ അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു സിനിമയാവണം, ഇത്ര സംഘർഷവും സമ്മർദ്ദവും ഒക്കെ കുറച്ച് ചിലതിലൊക്കെ ഒന്ന് കുറയ്ക്കാമോ എന്നൊരു ഒരു ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സിനിമ ആ നിലയ്ക്ക് നല്ല തമാശയൊക്കെ ആയിട്ട് ഉള്ളൊരു സിനിമയായി വന്നിട്ടുണ്ട്. നമ്മുടെ രേഖ മെമ്പർ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. സിനിമ കാണാനിരിക്കുന്ന ആളുകളുടെ മുമ്പാകെ സിനിമ ആകെ കണ്ട ഞാൻ അതിൻ്റെ കഥയോ പ്രമേയമോ ഒക്കെ പറയുന്നത് കാണാനിരിക്കുന്ന ആളുകളോട് ചെയ്യുന്ന ഒരു മര്യാദയില്ലായ്മയാണെന്നുള്ളതുകൊണ്ട് ഞാൻ സിനിമ കണ്ടെങ്കിലും അതിൻ്റെ കഥയോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷേ മൊത്തത്തിൽ കേരളത്തിലെ പൊതുവായി പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും വലിയ വർത്തമാനവും പ്രബുദ്ധരാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും വലിയ തോതിൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് എന്നുള്ളത് സംശയമുള്ള കാര്യമല്ല. പുരുഷാധിപത്യ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയത്തിലാകട്ടെ മറ്റു മേഖലകളിലാകട്ടെ ഒക്കെ തന്നെ അതൊരു വാസ്തവമായി നിലനിൽക്കുകയാണ്. വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ പോലും പിന്നെ കുറച്ചൊക്കെ അടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ അവർ ഈ മനോഭാവം ജീവിതത്തിലും ഒക്കെ സൂക്ഷിക്കുന്നവരാണ്. അല്ലെങ്കിൽ പുറത്ത് ഇതിനെതിരെ എല്ലാം സംസാരിക്കുന്ന ആളുകൾ വീട്ടിനകത്ത് പറയുന്നതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നവരാണ് എന്നതൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കറിയാം. നമ്മളിൽ കൂടെ തന്നെ നമുക്കറിയാം. ഇനി വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, നമ്മളിൽ കൂടെ തന്നെ നമുക്കറിയാം. നമ്മുടെയൊക്കെ ഉള്ളിൽ ആ പുരുഷാധിപത്യത്തിൻ്റെതായ കാര്യങ്ങൾ കൂടുതലായി കിടപ്പുണ്ട്. വേറൊരാളെ ചൂണ്ടി പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ എൻ്റെ തന്നെ നെഞ്ചത്തേക്ക് കൈവച്ചുകൊണ്ട് അത് പറയുന്നതായിരിക്കും നല്ലത്. മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാകാം, കുറച്ചൊക്കെ മാറുന്നുണ്ടാകാം, എന്നാൽ പോലും അത് പിന്നെ ഉണ്ട്. ആ ഒരു സബ്ജക്റ്റ് ആണ്, ആ ഒരു പ്രമേയത്തെയാണ് ഈ പുതിയ സിനിമയിൽ LT ധർമ്മ ഓരോ സിനിമ കഴിയുമ്പോഴും മിടുക്കിയായി മെച്ചപ്പെട്ടു വരികയാണ്. നമുക്കെല്ലാം അക്കാര്യത്തിൽ അഭിമാനമുണ്ട്. ഞാൻ ദീർഘമായി കൂടുതൽ ഒന്നും തന്നെ ഈ അവസരത്തിൽ പറയുന്നില്ല. സിനിമയുടെ പ്രദർശനം നടക്കണം, അതിനുശേഷം കൂടെ സിനിമ ചർച്ച നടക്കും. അപ്പോൾ ഗംഭീരമായ അഭിനയമാണ്. പിന്നെ തുളസീനനും ഇപ്പോൾ നല്ല തമാശയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിൽ നല്ല ടൈമിംഗ് ഒക്കെ കറക്റ്റായി വരുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അരുൺ അലക്സ് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ സിനിമ കണ്ടിട്ടാണ് പ്രസംഗിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ പറയാനിരുന്നത് നീ അഭിനയിക്കുകയായിരുന്നില്ല, യഥാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും MLA അത് പറയാനിരുന്നത് ഭാഗ്യമായെന്ന് പറഞ്ഞു. ആ സിനിമ കണ്ടപ്പോൾ അവൻ്റെ കഥാപാത്രം കണ്ട ആളുകൾക്കറിയാം ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്ക് എത്ര ക്ഷീണമാകുമായിരുന്നു. ഞാൻ പറഞ്ഞു, അഭിനയിക്കുകയാണെന്നില്ല, ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും ഇപ്പോൾ ഇനിയും ഈ കുണ്ടറ പഞ്ചായത്തിലും പരിസര പഞ്ചായത്തിലുമായിട്ട് അഭിനയിക്കാത്ത വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. 7 സിനിമ ആയപ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തീർച്ചയായും ധർമ്മയും കൂടി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. തീർച്ചയായും 7 സിനിമയായി. ഇനി 5 സിനിമകൾ കൂടി ആകുമ്പോഴേക്കും 12 സിനിമകൾ. ഇപ്പം തന്നെ നമ്മുടെ ഗുരുപ്രസാദിൻ്റെ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട് അടുത്ത മാസം 21-ാം തീയതി. അതിൽ ഈ 5 സിനിമകൾ അവിടെ ആ ചിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവന്റിൽ ഈ 5 സിനിമകൾ ലൈല പ്രൊഡക്ഷൻസിൻ്റെ 5 സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. കനശ്ശേരി മുഖം
സമയം നാളെ കൂട്ട് ഇപ്പോൾ നീഞ്ഞ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ മുൻ ചിത്രങ്ങളിൽ നിന്നും വലിയ മാറ്റമാണ് ഈ ചിത്രത്തിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ആ മാറ്റം വളരെ പ്രകടമാണ്. പ്രമേയത്തിന്റെ ലാളിത്യം ഒരു പ്രധാന ഘടകമാണ്. എല്ലാവരിലേക്കും സംവദിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു പ്രമേയത്തിലൂടെയാണ് ഇപ്പോൾ തുളസീനനും ധർമ്മയും എത്തിയത്. മറ്റ് സിനിമകളിൽ നിന്നും കഴിഞ്ഞ സിനിമയിൽ നേരത്തെ MLA പറഞ്ഞ പോലെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നും ഏറെ മെച്ചപ്പെട്ട രീതിയിൽ ഈ സിനിമയെ അതിൻ്റെ ഒരു പരിധിവരെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ ധർമ്മയ്ക്ക് കഴിയുന്നുണ്ട്. വളരെ കാശ് മുടക്കാതെ അല്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു. ഒരു കയ്യടി നമുക്ക് അതിനുവേണ്ടി പാസ്സാക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോഴേ ഇതിനെയൊക്കെ പിന്നെ ഇവർക്കൊക്കെ അതുപോലുള്ള സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ധർമ്മിക്കൊക്കെ ധർമ്മ സംഭാഷണം ഒരു കമലഹാസൻ ചർച്ചയാണ് ധർമ്മ. സിനിമയിലെ കമലഹാസൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സംഭവം. മറ്റുള്ളവരുടെ കൂട്ടല്ല കമലഹാസൻ. സിനിമയെ പറ്റി വിലയിരുത്തുമ്പോൾ ഒരു യൂണിവേഴ്സ് ആണ് കമലഹാസൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റണ്ട് മാസ്റ്ററാണ്, ഡാൻസ് മാസ്റ്ററാണ്, എല്ലാത്തിനും മാസ്റ്ററാണ്. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജി എല്ലാം അദ്ദേഹത്തിന് അറിയാം. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പുതിയതായിട്ട് വരികയാണ്. ഈ പടത്തിലും ഉണ്ട് അദ്ദേഹം, ഞാൻ കണ്ട പടത്തിലും ഉണ്ട്. അത്ഭുതപ്പെടുത്തുന്ന വേഷപ്പകർച്ചകളൊക്കെയാണ്. അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ചില സിനിമാ നടന്മാരൊക്കെ എന്തെങ്കിലും കാട്ടിക്കൊണ്ടും നമുക്ക് അവിടെ നിന്ന് കളിയാക്കാൻ പോകും. പക്ഷെ അവർ എത്ര മണിക്കൂറുകൾ ഇതുമാത്രം ത്യാഗം സഹിച്ച് മുഖമൊക്കെ എന്തെങ്കിലും വേറെ ഒരു രൂപമാക്കാൻ വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകളും ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും പിടിക്കാതെ നമ്മൾ നിൽക്കേണ്ടത് വരും. എന്നിട്ട് ചിലപ്പോൾ ഇറക്കുമ്പോഴായിരിക്കും നമുക്ക് വരുന്ന എന്തുവാ ഈ പിന്നെ റിയാക്ഷനും ഒക്കെ വരുന്നത്. നമുക്ക് കയറിയിട്ട് ഈ ഓരോന്ന് കാണുമ്പോൾ ചുമ്മാ കുറ്റപ്പെടുത്തിയാൽ മതി. നെഗറ്റീവ് പറയണം. അതും കൂടെ ഉള്ള വേദികളാണ് നമ്മുടെ ഈ വേദികളെല്ലാം. എന്നാൽ പോസിറ്റീവ് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നല്ല നമ്മൾ ചിന്തിക്കും. പക്ഷേ പോസിറ്റീവും കൂടെ ഒക്കെ എല്ലാം പറയണം. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് പറയുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇവരെ നമ്മുടെ നാട്ടുകാർ വളരെ അവർ നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 12 ഫിലിം എടുക്കുക എന്നത് ദൗത്യമാണ് അവർ ആദ്യം എടുത്തിരിക്കുന്നത്. ആ ദൗത്യം എന്തൊക്കെയായാലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേകാലത്ത് നമുക്കറിയാം സംഭാഷണമില്ലാത്ത പടങ്ങളായിരുന്നു. അതിനുശേഷം ഇപ്പം വന്നിരിക്കുന്നത് സംഭാഷണം. അതൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അഭിനയിച്ച നമ്മുടെ മെമ്പറൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കഥയായാലും പിന്നെ ഫ്രെയിമൊക്കെ വളരെ ഗംഭീരമായി, ഒരു കുഴപ്പമില്ല, നല്ലൊരു പടമായിരുന്നു. അതിനെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കാനും കഴിയുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവരെല്ലാവരും കാര്യമായിട്ട് സംസാരിക്കാൻ തുടക്കം കുറിച്ചതേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞെടുത്താണ് 12ാമത്തെ പേരുടെ ഫിലിം നമ്മുടെ കുണ്ട്രയുടെ ഒരു ഉത്സവമാക്കി മാറ്റണം. നമ്മളെല്ലാം കൂടെ വിചാരിച്ച് അത് വലിയൊരു ഉത്സവമായിട്ട് മാറ്റണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരു മാസം ഒരു ഫിലിം എടുക്കാൻ. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലാണ്. അതുകൊണ്ട് ഇവരുടെ ഈ സംരംഭത്തിന് ഈ പടം ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ 2 ഘടകങ്ങളുണ്ടെന്നാണ് എൻ്റെ കൂടുതൽ പേര് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണ്ടന്റ് ബേസാണ്. അത് നിങ്ങൾക്ക് പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ചർച്ച നടത്തുന്നത്. ഒരു കഥ പറയാനുള്ള ഒരു മീഡിയം എന്നൊരു സിനിമയെ പറ്റിയിട്ടുള്ള മറ്റൊരു ഘടകം, മറ്റൊരു ഭാഗം അതാണ്. ഈ 2 തരത്തിലാണ് യഥാർത്ഥത്തിൽ ചർച്ച പോകേണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ അത്ര ആഴത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഞാനൊക്കെ ഈ നാടകം അഭിനയിക്കുകയും സംവിധാനം ചെയ്യും എന്ന് കൂടെ ഇപ്പൊ ചെയ്യുന്നത് ജഡ്ജായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം അബുദാബിയിലുള്ള ഒരു വലിയ നാടകത്തിന് ജഡ്ജിന്റെ കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കൂടുതലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മളെപ്പോഴും ഒരു റിവ്യൂ അവതരിപ്പിക്കുമ്പോൾ 2 ഭാഗവും പറയും. അപ്പൊ ഇത് ഒരു
ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു സംരംഭം തുളസിയണ്ണൻ്റെ നേതൃത്വത്തിൽ വളരെ തുളസിയണ്ണൻ്റെ കുടുംബം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രമേയത്തെ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശമുള്ള ഒരാളാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് എല്ലാവരും എനിക്കില്ല എന്ന് തന്നെയാണ് ഞാനൊക്കെ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ്. നമ്മളെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ഫാസിസത്തെ പറ്റിയിട്ട് ഒരുപാട് ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നവരും നമ്മളത് വിശകലനം ചെയ്ത് അവരുടെ കുടുംബത്തിലെത്തുമ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അയാളാണ് എന്ന് കണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് നാളമാക്കണമെന്നൊരു വലിയ ആഗ്രഹമുള്ള ഒരു പ്രമേയമാണ്. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ BC-യിൽ ക്രിസ്തുവിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രീക്ക് നാടകത്തിൽ ലിസിസ്ട്രാറ്റ എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അരിസ്റ്റോട്ടലീസിന്റെ കോമഡിയാണ്. അതിലെ സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പൊ അവര് ഈ പുരുഷന്മാരെ യുദ്ധത്തിന് പോയി സഹി കെട്ടിട്ട് അവസാനം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നതാണ് അതിന്റെ പ്രമേയം. അതിന് ഏറ്റവും വലിയ ആയുധം സ്ത്രീകളുടെ കയ്യിൽ തന്നെയുണ്ട്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ ശരീരത്തെ തന്നെയാണ്. തുടരുത് പോകുന്നത്. ഒരാളും പുരുഷനെ അടുപ്പിക്കില്ല. അവസാനം യുദ്ധമൊക്കെ മതിയാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വളരെ ലിസിസ്ട്രാറ്റ എന്ന് പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള. അപ്പൊ അത് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് കുറച്ചു കാലം മുമ്പ് സ്കൂളോട്ടമിൽ അതിൻ്റെ കുട്ടികളുടെ ഒരു അവതരണം ഉണ്ടായിരുന്നു. അതോടുകൂടിയായിരിക്കും. ഏതായാലും ഇതിനകത്ത് കൈകാര്യം ചെയ്ത പ്രമേയം വളരെ സാമൂഹിക പ്രസക്തിയുള്ളതാണ്. ഇത് നമ്മളൊക്കെയും നേരിട്ട് പലപ്പോഴും പുരുഷന്മാരൊക്കെ ഇതിനെപ്പറ്റി വളരെ ബോധവാന്മാരായിരിക്കുമ്പോഴും സൗകര്യപൂർവ്വം അതിന് ഇല്ലേ വളരെ നമുക്ക് വർത്തമാനം പറയാൻ വളരെ ഇഷ്ടമാണെങ്കിൽ സൗകര്യപൂർവ്വം നമുക്ക് അതിൽ മാറി നിന്നിട്ട് പുറത്ത് വർത്തമാനം പറയുന്നവരാണ് ഏറിയിടുന്നു. വളരെ ചുരുക്കം പേര് അങ്ങനെ അല്ലാത്തവരുണ്ട്. ഒരു പക്ഷേ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇതിന് വലിയ മാറ്റം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ മാറ്റം വരുന്നു സിനിമയെ പോലെ. ഇപ്പൊ സിനിമ ഒരു കാലത്ത് സിനിമയെ നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടി ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്ന ഒരു മീഡിയമാണ്. പക്ഷെ അത് ഇന്ന് അത് യഥാർത്ഥാണെന്ന് തോന്നുന്നു പറഞ്ഞത് പേപ്പറും പേനയും പോലെ സിനിമ പിടിക്കാനുള്ള മെറ്റീരിയൽസ് സാധാരണമാകുമ്പോഴാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. ആ ഒരു കാലമാണ്. നമ്മുടെ മൊബൈൽ കൊണ്ട് സിനിമ നല്ല മികച്ച സിനിമകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കാലം. അതിൻ്റെ ഒരു ടെക്നോളജിയിലുണ്ടായ ഒരു വലിയ ടെക്നോളജിയിലുണ്ടായ ഒരു വലിയ മാറ്റം, വളരെ ജനകീയമായ ടെക്നോളജിയുടെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു സിനിമ. അപ്പോൾ അതിൻ്റെ ആ ഒരു കഥാതന്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് സംവിധായിക വിജയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം സിനിമ ഒരു മാധ്യമം എന്ന രീതിയിൽ ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. വലിയ ഒരു ഫീച്ചർ സിനിമ പോലെ തന്നെ അതിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഇൻസിഡന്റ് ഓൺ ദി ഓൾഡ് ക്രീക്ക് ബ്രിഡ്ജ് അല്ലേ, ആ ഷോർട്ട് ഫിലിമൊക്കെ ആ ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകും. അതായത് ഒരാള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാള് ഒരു ഓൾഡ് ക്രീക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ ഒരു പലകയുടെ മുകളിൽ നിർത്തിയിട്ടാണ് ഈ തൂക്കുകയറാവ് അതിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ആ പലക മാറുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അയാളുടെ മനസ്സിൽ കൂടെ കടന്നുപോകുന്ന ഒരു ചിന്തയാണ്. അയാൾ അവിടുന്ന് രക്ഷപ്പെടുകയും വെടിവെച്ചുകൊണ്ട് പട്ടാളക്കാരെ പിന്തുടരുകയും അവസാനം ഇയാൾ ഓടി പല വൈതരണികളും തരണം ചെയ്ത് അയാളുടെ വീട്ടിലെത്തി അയാളുടെ ഭാര്യയെ ആശ്ലേഷിക്കാനായിട്ട് പോകുന്ന നിമിഷത്തിൽ തൂക്കുകയർ പലകപ്പുറം അയാൾ പിടഞ്ഞു ചാവുന്ന വളരെ ചെറിയ ഇൻസിഡന്റ് ഓൾഡ് ക്രീക്ക് ബ്രിഡ്ജ് എന്നാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അത്തരത്തിൽ അതുപോലെ അതിഗംഭീരമായ കോമഡികളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അത് ആ ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് കാണേണ്ടതുണ്ട്.
അതൊരു ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അത് എൻ്റെ ഒരു നിർദ്ദേശമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ? അത് നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഏതൊരു അനുശീലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. പുസ്തകം വായിക്കുന്നത് പോലെ തന്നെ കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതില് എനിക്ക് ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ സംശയം എനിക്കുണ്ടായി. അത് അപ്പൊ എന്താ നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് കാണുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കത് വ്യക്തമാണ്. അപ്പൊ ഒരുപക്ഷെ ഒരു അടുക്കളയിൽ കയറുന്ന ഒരാള് ഏറ്റവും ആദ്യം നേരിടുന്ന പ്രശ്നം ഇതായിരിക്കും. അങ്ങനെയാണ് എനിക്കത് കണ്ടപ്പോൾ അത് വന്നപ്പോഴത്തേക്കും. മറ്റൊരു കാര്യം, കുറച്ച് ഒരു ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടാണ് ഇത് പോയത്. കുറച്ചുകൂടി വിഷ്വൽസിന്റെ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഏറ്റവും പ്രധാന വിഷ്വൽസ് വേണ്ടത് അടുക്കളയിൽ തന്നെയാണ്. ഒരുപാട് കൊളാഷുകളൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള അപ്പോഴാണ് ഒരു സിനിമയുടെ ലാംഗ്വേജ് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ അതാ സ്ക്രിപ്റ്റിങ്ങിൽ ആ കാര്യം കൂടി കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഗ്രാജുവലായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ കുറച്ചുകൂടി സിനിമകൾ എപ്പോഴും ഷോട്ടുകളാണ് അല്ലേ? ഷോട്ടുകളുടെ സെലക്ഷനാണ് സിനിമയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ സിനിമ തുടങ്ങുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എടുക്കുന്ന ഒരു ഷോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേക്കണം. പിന്നെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വരാം. എന്നാൽ പോലും അപ്പൊ ഷോർട്ട് സെലക്ഷൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഞാൻ പറയുന്നത് കുഴപ്പമില്ല. നമ്മളൊരു ഇത് കഴിഞ്ഞിട്ട് അത് ഗംഭീരമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് ഞാൻ ഒരു നാടകം കാണാൻ എറണാകുളം തൃപ്പൂണിത്തുറ ഒരു നാടകം കണ്ടിട്ട് എൻ്റെ ഒരു അധ്യാപകൻ തന്നെ നാടകം കഴിഞ്ഞിട്ട് എന്താ ഗുണമാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് കയറി ഇങ്ങനെ ഒരു നാടകം മലയാള നാടകം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസം കാണിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പലപ്പോഴും ഒന്നുകിൽ അഭിപ്രായം പറയാതെ ഞാൻ പോകും. അപ്പൊ ഇതാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഒരു 12 സിനിമകൾ ഒരു വർഷം ചെയ്യാന്ന് പറയുന്ന വളരെ ധീരമായ ഒരു ശ്രമമാണ്. അപ്പൊ അതിന്റെ എനിക്ക് മറ്റു സിനിമകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, ചിലതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പൊ അതിൽ ഗ്രാജുവലായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിന്റെ ഒരു സിനിമയുടെ ബേസിക് ഗ്രാമറുകളും അതിന്റെ ഷോർട്ട് സെലക്ഷനുകളും ഒക്കെ കൂടി കുറച്ചുകൂടി അപ്പൊ ഡയലോഗ് ഉപരിയായിട്ട് എങ്ങനെ വിഷ്വലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, കണ്ടു? അതിനകത്തൊരു സീൻ ഈ പാർവതിയുടെ കഥാപാത്രം ഗർഭിണിയാണ് എന്ന് അറിയുന്നത് പക്ഷെ ഡയലോഗ് ഇല്ല. ജസ്റ്റ് കലണ്ടർ നോക്കുന്ന ഒരു അല്ലേ, കലണ്ടർ നോക്കുന്ന ഒരൊറ്റ ഇതിന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്താണ്. അപ്പൊ അതാണ് ധ്വന്യാത്മകമാകണം കൂടുതൽ, കല കൂടുതൽ ധ്വന്യാത്മകമാകണം. ഇതൊക്കെയാണ് എനിക്ക് പറയാതെ ഞാൻ ഒട്ടും ഈ ഒരു ശ്രമത്തെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വിമർശനാത്മകമായി എന്നാൽ വിമർശിച്ച് ഇനി മേലാലെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുകയും അങ്ങനെയല്ല. അത് എപ്പോഴും അതിനെ നമുക്ക് എനിക്ക് ഇപ്പം ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് ഈ കരിങ്ങിൻ്റെ ഒരു നാടകം ഒരു പ്രൊഫഷണലായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ കുറച്ച് ദിവസം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോരുത്തർ റിലേഷൻസ് വേണ്ട പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്ന വേണ്ട ഭക്ഷണം ഇങ്ങനെ അവർ 1-2 ദിവസം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ ഇങ്ങനെ ഒരു തൂണുചാരി എന്ന് അവൻ്റെ ഒരു ആത്മകഥം പറഞ്ഞാൽ ഇനി ഞാൻ നാടകം കാണുമ്പോൾ ഇതിന്റെ പുറകെ ഇത്രയും അധ്വാനമൊക്കെ എനിക്ക് അറിയത്തില്ല. ഓരോ കലാരൂപത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി വലിയ അധ്വാനം, ഒരു വലിയൊരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് തീർച്ചയായിട്ടും ഇനിയും 12 സിനിമകൾ തീർത്തിട്ട് അടുത്ത വർഷം വീണ്ടും 12 സിനിമകളിലേക്ക് പോകാനും അത് ചെറിയ വേഷമൊക്കെ ഞാൻ വിളിച്ചാൽ ഞാനൊക്കെ അഭിനയിക്കും. അല്ലേ? അപ്പൊ സന്തോഷമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ കൂടിച്ചേരുക എന്നുള്ളത്. വളരെ സന്തോഷം. ചില അയാൾ എന്നോട് കൊള്ളാമെന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലുമില്ല. എന്ന് വെച്ചാൽ ഈ ഒരു പരകായ പ്രദേശം ഒരു വല്ലാത്ത പരകായ പ്രദേശമാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര ബന്ധമാണ്. സ്ത്രീക്ക് മാത്രമല്ല വേദനയുള്ളത്, പുരുഷന്മാർക്കും നല്ല വേദനകൾ അവർ അനുഭവിക്കുന്നുണ്ട്, ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ട് എന്ന് ഈ കാര്യത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ സംരംഭത്തിന്റെ പിറകിൽ. ഞാൻ സത്യമായിട്ട് പറയുന്നു, LT ധർമ്മ എന്ന് പറയുന്ന സംവിധായകയെ, നിർമ്മിതാവിനെ, പിന്നെ അങ്ങനെയുള്ള ഒരു കലാകാരനെ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ അഗ്നിയായിട്ട് സൂര്യനായ ഒരു അച്ഛൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അഗ്നിയായിട്ട് സൂര്യനായിട്ട് സൂര്യശോഭയോടുകൂടി ഒരു അച്ഛൻ തൊട്ടങ്ങപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ അച്ഛന്റെ നിഴൽ പറ്റിയായിട്ടാണ് യഥാർത്ഥത്തിൽ ധർമ്മ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അച്ഛൻ ആനന്ദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നായകനാകാനും സമൂഹ പരിഷ്കർത്താവാനും എല്ലാവർക്കും സാധിക്കില്ല. പക്ഷെ വഴികാട്ടി കൊടുക്കാൻ ആർക്കെങ്കിലും ഒക്കെ സാധിക്കും. ഇന്ന് വൈകുന്നേരം തുടങ്ങാൻ പോകുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ സാധിക്കണം. വഴികരിയിൽ കരഞ്ഞു നിന്നുകൊണ്ട് ഒരാളോട് ഞാൻ ചോദിച്ചു, എന്തിനേ കരയുന്നത്? വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് സാർ. കയ്യിലുള്ള 10 രൂപ എടുത്ത് 2,000 പകർത്ത് 5 രൂപയ്ക്ക് കൊടുത്താൽ ഞാൻ ചെയ്യുന്നത് ഈശ്വരീയമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഈ ദുഷ്സ്ഥിതികളെല്ലാം മാറുന്നു, സുസ്ഥിതിയാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്തേ. ഞാൻ ആദ്യം നല്ലൊരു കയ്യടി കൊടുക്കുകയാണ് കേട്ടോ. വളരെ സ്വാഭാവികമായ രീതിയിലാണ് നമ്മുടെ നായിക വളരെ വഴക്കത്തോടെ, വളരെ നല്ല അഭിനയിച്ച് തഴക്കം വന്നൊരു അഭിനേത്രിയെ പോലെ വളരെ തഴക്കത്തോടെ തന്നെ പുതുക്കത്തോടെ ആ കഥാപാത്രത്തെ, അത് എന്താണോ ആ കഥാപാത്രം ചോദനം ചെയ്യുന്നത് അത് തന്നെ ആ കഥാപാത്രത്തിന് കൊടുത്തതായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ സമത്വം നമ്മൾ ഒരുപാട് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്, ചർച്ച ചെയ്താണെങ്കിൽ പോലും എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാവും എത്രമാത്രം സ്ട്രെസ്സും എന്തെല്ലാം രീതിയിലുള്ള മാനസികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും പ്രശ്നമാണത്. ഒരു പുരുഷന്റെ അതേ മാനസികാവസ്ഥയിലല്ല ഒരു സ്ത്രീയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ ഒരു മെന്റൽ കണ്ടീഷൻ ആയിരിക്കത്തില്ല നാളെ. മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു വിചിത്ര ജീവിതമാണ് സ്ത്രീകളുടെ. അത് എന്റേന്നല്ല, ഞാൻ സത്യമല്ലേ, ഞാൻ പറയുന്നത് സത്യമാണ്. എപ്പോഴും ആ ഒരു വൈകാരികമായിട്ടുള്ള വേലിയേറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. വളരെ പ്രജയിലുമാണ്, എന്നാൽ പല ഘട്ടങ്ങളിലും പുരുഷനേക്കാൾ ശക്തി പ്രകടിപ്പിക്കുന്നവളുമാണ് സ്ത്രീ, അല്ലെ? നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് മരിച്ച ഭാര്യ മക്കളെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവരെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര ശക്തയായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നവര് ആ കുടുംബത്തെ എത്തേണ്ടടുത്ത് എത്തിക്കും. പക്ഷെ പലയിടങ്ങളിലും നമുക്ക് കാണാം, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ മിക്ക കേസുകളിലും ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും. അപ്പൊ ഒരു പെണ്ണൊരു അവൻ എങ്ങനെ ചെയ്യും, അവൻ എങ്ങനെ ഈ മക്കളെ വളർത്തും ചോദിക്കത്തില്ലേ? ഇല്ലേ? പക്ഷെ ഒരു ഭാര്യ അവള് വളർത്തും. ഒരുപാട് സാമൂഹികമായിട്ട് അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും തീർച്ചയായിട്ടും, എല്ലാ രീതിയിലും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് നല്ല ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ അവൾ അവളുടെ മക്കളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അതാണ് സ്ത്രീ. അങ്ങനെ ഒരു കരുത്തവർക്ക് ഉണ്ട്. അതേപോലെ തന്നെ അവൾ ഒരുപാട് പ്രജയിലുമാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വളരെയധികം വൈകാരികമായി ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഓരോ സ്ത്രീയും. അപ്പൊ അതുകൊണ്ട് സ്ത്രീയെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മള് സ്ത്രീയെ ഉയർത്തി ഫെമിനിച്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, പരിഗണന കൊടുക്കുക, അത്രയേ ഉള്ളൂ, അത്രയും മതി. അധികാരം കൊടുക്കുകയോ ചെങ്കോല് കൈമാറുകയോ വീടിന്റെ ഒന്നും വേണ്ട, ഒരു പരിഗണന മാത്രം കൊടുക്കുക. പരിഗണനയാണ് സ്ത്രീ അർഹിക്കുന്നത്. അതിനപ്പുറം വേറെ ഒന്നും ഒരു സ്ത്രീക്കും വേണ്ട. പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് അപ്രിസിയേഷൻ എനിക്കും ഇഷ്ടമാണ്. സാർ പറയുന്നില്ല, ഒരു നല്ല സാരി എടുത്തോണ്ടോ നന്നായിട്ട് അത് സ്ത്രീക്ക് ഇഷ്ടമാണത്. ഞാൻ സാർ നല്ല സാരിയില്ല, നല്ല ഷർട്ടൊക്കെ ഞാൻ ചേട്ടൻ നന്നായി ചെയ്തുകൊണ്ടിരിക്കുക. അത് മറ്റൊരാളോടാണെങ്കിൽ ഞാൻ പറയും കേട്ടോ, ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ ഞാൻ പറയും, എനിക്കിഷ്ടമാണ്. അപ്പൊ അപ്രീസിയേഷൻ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഇപ്പൊ പുരുഷന്മാർക്ക് അവരുടെ എന്താണ് പൗരുഷത്തിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട വില കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുമല്ലേ? സ്ത്രീക്ക് അത് സ്ത്രീപരമായിട്ടുള്ളൊരു ഗുണമാണ്. അത്രയൊക്കെ മതി, ആ ഒരു പരിഗണന മാത്രം മതി. നമ്മളൊന്ന് അടുക്കളയിൽ ചെല്ലുമ്പോൾ ജോലി ചെയ്യുന്ന കാണുമ്പോൾ നിനക്ക് നല്ല ജോലിയുണ്ട് ഇന്നല്ലേ, എന്നാൽ ഇന്ന് വൈകുന്നേരം നമുക്ക് വെളിയിൽ നിന്ന് വല്ലതും കഴിക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ സാധനം അത് പറയണമെന്ന് പോലും ഇല്ല.
കൂടെ ഒന്ന് ജസ്റ്റ് നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്രയൊക്കെയാണ് ഒരു സ്ത്രീ അർഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ പരിഗണനയും ഒക്കെ തന്നെയാണ് സ്ത്രീ പുരുഷ സമത്വം. അത് ഓരോ വീടുകളിലും തുടങ്ങുമ്പോൾ അതാണ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം പുതിയ തലമുറ ഒരുപാട് ആ കാര്യത്തിലൊക്കെ ഒരുപാട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്നത്തെ തലമുറയിലുള്ള കൊച്ചു പിള്ളേരുടെ. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായി അവരുടെ കൂടെയുള്ള ജീവിത പങ്കാളിയെ പരിഗണിക്കുന്നവരാണ് അവർ. നന്നായി മനസ്സിലാക്കി അവരുടെ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും അതിനെയൊക്കെ പറഞ്ഞ് പരിതപിക്കും, ഇപ്പോഴത്തെ തലമുറ മൊത്തം മോശം. എങ്കിലും പലയിടത്തും ഞാൻ പല കാര്യങ്ങളിലും ഇങ്ങനത്തെ പല ഏജിലുള്ള കുട്ടികളുമായിട്ട് ഇടപെടുകയും ഞാൻ സംസാരിക്കും, മനഃപൂർവ്വം അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ആ ഒരു പരിഗണിക്കാനും ഒപ്പം കൂടെ നിർത്താനും ഒരേ വേവിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു മാനസികമായിട്ടുള്ള പരുവപ്പെടൽ, ഒരു പൊതുബോധം ഇന്നത്തെ മലയാളി സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് പ്രത്യാശിക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഇതെല്ലാം ആ ഒരു ടീച്ചർ, ആ ഒരു പീപ്പിൾ തന്നെയാണ് ധർമ്മയുടെ മനസ്സിലുണ്ടായി ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാവാനും കാരണം. തീർച്ചയായിട്ടും ഈ പറയുന്ന കണക്ക് ഒരു പ്രസവിച്ചു വീണ കുഞ്ഞ്, ആ കുഞ്ഞ് കിടന്ന് കൈയും കാലും കടിച്ചു, പിന്നെ കമന്ന് കിടന്ന് കക്കി ഛർദിച്ചു, അല്ലെ, മഷി പോയി, അതെല്ലാം കഴിഞ്ഞു, പിന്നെ പതുക്കെ മുട്ടിൽ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ നമ്മുടെ കൊച്ചുമിടിക്ക് കടന്നു വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ പ്രോത്സാഹനവും അതിനകത്ത് ഉണ്ടാവും. എനിക്ക് ഒരു കാര്യം അതിനകത്ത് നമ്മൾ അടുത്തതാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല. നമ്മുടെ നായകൻ ചോറുണ്ണുന്നുണ്ട്, ചോറും കറിയൊക്കെ കഴിക്കുന്നു. അപ്പൊ നായിക വൈദ്യുതായി വെച്ചുള്ള അപ്പൊ നായകൻ അത് വെച്ചതാണ്, അടുപ്പത്തെല്ലാം വെച്ച്. പിന്നീട് ഈ ഗസ്റ്റ് വരുമ്പോ ചായ ഇടാൻ ഓ അത് ശരി. അപ്പൊ ഞാൻ അതിങ്ങനെ വിചാരിച്ച അപ്പൊ ഗസ്റ്റിന് വന്നപ്പോ പിന്നെന്താ അടുപ്പ് കത്തിക്കാൻ ബുദ്ധിമുട്ട് എന്താ, മറ്റേ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കുന്നതായിരുന്നു. അത് ആ ഒരു ഇത് എനിക്ക് അതിനകത്ത് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നായിക രക്ഷയില്ല. നായിക സ്വാഭാവികമായിട്ട് അഭിനയിച്ച് നന്നായി ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനും ഒരു ചെറിയ റോള്, ഒരു സൊസൈറ്റി ലേഡിയുടെ ഒരു റോള് ഞാൻ ചേച്ചി, പിന്നെ പേര് സോണി ഞങ്ങളൊക്കെ കൂടെ ചേർന്ന്, അതുപോലെ നാരായണുള്ള സാറിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു കൊച്ചു റോള് ഞങ്ങളെ കൊണ്ടായ ഒരു സംഭാവന ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ കുണ്ടറ എന്ന് പറയുന്ന ഈ ചെറുപട്ടണത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഈ ഒരു സംരംഭം വലിയൊരു വിജയമായി മാറട്ടെ. ഇത് ഭാവിയിൽ ഈ നാടിന് തന്നെ ഒരു അഭിമാനമായി മാറട്ടെ. ഈ നാടിന്റെ നമ്മുടെ കൊല്ലത്തിൽ മറ്റൊരു നല്ല പ്രതിഭാസമ്പന്നയായ സംവിധായികയുണ്ട്, വിധു വിൻസെന്റ്, അല്ലേ? പേരറിയാത്തവർ എന്നുള്ളൊരു സിനിമ എടുത്ത് വിധു വിൻസെന്റ്. അപ്പൊ അതുപോലെ നമ്മുടെ കുണ്ടറയ്ക്കും അഭിമാനം ആയി മാറേണ്ട ഒരു എളിയ കലാകാരിയെ നമ്മളെ പോലുള്ളവർ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ധർമ്മയോടൊപ്പം ഒരു ബോർഡർ പോലെ, ഒരു ഊന്നുവടി പോലെ കൂടെ നിൽക്കുന്ന നമ്മുടെ തുളസിയണ്ണനുണ്ട്. തുളസിയണ്ണൻ നല്ല അഭിനേതാവാണ്. പ്രത്യേകിച്ച് പറയുന്ന സമയത്തിൽ ഒറ്റയ്ക്ക് അഭിനയിച്ച് തകർത്ത ആളാണ്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ഇവിടെ ഇതിനായിട്ട് എത്തിച്ചേർന്ന ബാക്കിയുള്ളവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇവരെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള അവരുടെ കലാപ്രയാണത്തിന് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും എന്നും കൂടെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ. ഒരുപാട് നന്ദിയുണ്ട്. ഈ സിനിമ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ ഇറക്കിയ ഞങ്ങളുടെ സമയം, ആ സമയത്തിന്റെ സമയത്ത് ഉണ്ടായത്. കാരണം ഞാൻ എടുക്കുന്ന എല്ലാ സിനിമയിലും സാമൂഹ്യ പ്രതിബദ്ധത ഭയങ്കര കൂടിപ്പോകുന്നു പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ മാനഭാഷ ഡിഫക്റ്റാണ്, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ നമുക്ക് വേറൊരു പടം ചെയ്യണം, ഈ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്ക് അടുത്തറിയാവുന്ന ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടില് വർക്കൗട്ടിനൊക്കെ ആയിട്ട് ക്ലാസ്സിന് വരുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ ഒരു ദിവസം വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നെ തുറന്ന് വലിയ ഇക്വാലിറ്റിയൊക്കെ പറയുന്നു. വന്നിട്ട് പെണ്ണുങ്ങൾക്ക് എന്താ അങ്ങനെ ആയിക്കൂടെ, അതെന്താ പറ്റാത്ത എന്നൊക്കെ ചോദിക്കുന്നു. അച്ഛൻ തിരിച്ച് ചോദിച്ചെന്ന് പറഞ്ഞ്, നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ പെണ്ണുള്ള ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കാലിന്റെ കാലൊക്കെ കയറ്റിയിരുന്നിട്ട് പോയി ചായ എടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ തീരാവും ഇക്വാലിറ്റി നിനക്ക് കൊണ്ടുവരും.
ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ചെയ്താൽ എന്താ, ഒരു 24 മണിക്കൂറിന് ഉള്ളിൽ ഒരു സ്ത്രീയായി ഒരാൾ ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ഭാര്യയായി, സ്ത്രീ എന്നല്ല ഒരു ഭാര്യയായി ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊന്ന് ചെറുതായിട്ട് ആലോചിച്ച് വന്നൊരു സിനിമയാണിത്. ആ സിനിമ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു സ്ത്രീ സമത്വം നമുക്ക് നേടാൻ പറ്റില്ല, പക്ഷെ കുറച്ച് പേരിലെങ്കിലും, കുറച്ച് KK പൊട്ടന്മാരെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാലോ എന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ ഒരുപാട് പേര്, സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞ കാര്യം, എല്ലാ പുരുഷന്മാരെയും കൂടിയല്ല. കാര്യം സാറ് പറഞ്ഞതുപോലെ എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ച് നിൽക്കുന്നതാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഈ പറഞ്ഞ കാറ്റഗറിയിലേ പെടുന്ന ഒരാളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരു അടുക്കള പുറത്ത് ഏതെങ്കിലും ഒരാളുടെ കൂടിപ്പം ജീവിച്ച് തീർക്കേണ്ടി വന്നേനെ. അതിനെല്ലാം ഇപ്പോഴും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോരുന്നപ്പം അച്ഛൻ കണ്ടിഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മാറ്റി പറഞ്ഞേല്ല, ഞാൻ കണ്ടിഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, നിനക്കാണ് ഇഷ്ടപ്പെടുന്നത്, നീയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വളർത്തിയത്. ആ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് മാത്രം ഇത് കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സ്ത്രീകളും ഈ ലോകത്ത് ജനിക്കുന്ന പുരുഷനായാലും സ്ത്രീയായാലും ഒരേ അമ്മയുടെ വയറ്റിൽ ഒരേ രീതിയിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം കിടന്നിട്ട് പുറത്തേക്ക് വരുന്നു, ഒരേ മുലപ്പാൽ കുടിച്ച് വളരുന്നു. എവിടെ നിന്നാണ് ഇവരുടെ ഈ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചപ്പോഴാണ് ശരിക്കും ഒരു കുടുംബത്തിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. കാരണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് വളർത്തുന്ന ചില രീതികളുടെ കുഴപ്പമാണ് സാറ് പറഞ്ഞ പോലെ നാളെ അവരെ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇതേപോലൊക്കെ തന്നെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ സ്വന്തം തുണി ഞങ്ങൾ തന്നെ കാണും. ചേട്ടനായാലും ഞാനായാലും സ്വന്തമായിട്ട് കഴിയണം, കഴിക്കുന്ന പാത്രം സ്വന്തമായിട്ട് കഴിയണം. ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ഞാനൊരു മെയിൻ പറയുന്നില്ലെങ്കിലും ചേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്നു, ചേച്ചി സ്വന്തമായിട്ട് ചെയ്യുന്നു വരുമ്പോൾ ഈ പറഞ്ഞ ഇക്വാലിറ്റി പ്രശ്നം വരത്തില്ല. പക്ഷെ അതേസമയം ചേട്ടനെ അങ്ങനെയല്ല വളർത്തിയിരുന്നെങ്കിൽ സ്വാഭാവിക അച്ഛനെ കണ്ടിട്ട് വളരുമ്പോൾ ആ രീതിയിൽ ചേട്ടനാവും, എന്താ അങ്ങനെ ആയിക്കൂടെ, നിങ്ങൾ എടുത്തുകൊണ്ട് പോവാ എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് തമാശക്ക് ഒരു 10 വർഷം മുമ്പ് പറയാമായിരുന്നു, ഇപ്പൊ സ്ത്രീകളോട് പറയാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ ചോറ് കറിയൊക്കെ ഉണ്ടാക്കാം, നീ ഓഫീസിലൊക്കെ പോയി സമ്പാദിച്ചുകൊണ്ടോ എന്ന് പറയുമായിരുന്നു. ഇപ്പൊ അത് പറയാൻ പാടില്ല. കാര്യം സ്ത്രീകൾ സമ്പാദിക്കുന്നുണ്ട്, അവർ ഒരുപാട് ഉന്നത തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ അന്ന് കരച്ചിരിക്ക് പറഞ്ഞ പോലെ ഒരു വീട് ചുമന്നോട് നടക്കുന്നവർ തന്നെയാണ് സ്ത്രീകൾ. അങ്ങനെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് ഹോർമോൺ വേരിയേഷൻസിലുള്ള ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പുberty എത്തിയ ആ സമയം തൊട്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന അതിനുശേഷം എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മാസങ്ങളിൽ വന്നു പോകുന്ന നമ്മുടെ പീരീഡ്സിന്റെ സാധനങ്ങൾക്ക് എല്ലാത്തിലും ഒരുപാട് രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ളില്ലെങ്കിലും അവർ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ വലിയ പദവികളോ സ്ഥാപനങ്ങളോ ഒന്നുമല്ല, ഒരു പരിഗണനയാണ്. പരിഗണനയ്ക്ക് പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെയാണ്. നമ്മളൊരാളോട് നല്ല ഷർട്ട് ഇട്ടു എന്ന് ഞാൻ ഇപ്പം അച്ഛനോട് പറയുമ്പോൾ അച്ഛന് തോന്നുന്നു അതേ സന്തോഷം തന്നെയാണ് ഇപ്പം ഭാര്യ എടുത്ത് നമ്മളൊരു സാരി എടുത്തിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സാറിന് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. ഇതിനൊന്നും ഇക്വാലിറ്റി എന്നൊരു വാക്ക് വെച്ച് തന്നെ ചെറുതാക്കി കാണുന്നില്ല. കാര്യം ഇത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സാധനം. നമ്മളൊരു പൂച്ചയോ പട്ടിയോ വളർത്തുമ്പോൾ നമ്മൾ അതേ വെച്ച് തലോടാറില്ലേ, അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ? ഇതെന്താ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാത്തത്? നമ്മളെ എത്ര ലേറ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്ത് വേദനയായിട്ട് നമ്മൾ പനി പിടിച്ച് കിടക്കുന്നു, ഭാര്യമാർ കൂടെ നിന്ന് മിക്കാറൊക്കെ പരിചരിക്കും. അതേസമയം തിരിച്ചോ നമുക്കൊരു ദിവസം വയ്യാതായ പറയും കഞ്ഞി വെച്ച് കുടിച്ചോ, ഞാൻ പുറത്തൊന്ന് കഴിച്ചോളാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് നമുക്ക്. അതെന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആ ഒരു സീൻ ശരിക്കും എടുക്കാൻ തന്നെ കാരണം ഒരു വീട്ടിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ഞങ്ങൾ അവിടെ പോയിരുന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവിടുന്ന് വന്ന ഒരു കാര്യമാണ് പറയുന്ന പോലെ നമുക്ക് ആ സ്റ്റൗ ഓണാക്കാൻ ആ ഒരു സീൻ ഞങ്ങൾ രണ്ടാമത് എഴുതി ചേർത്തതാണ് അങ്ങനെ. കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് നമ്മളടുത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ലാതെ. കാരണം ഇവിടെ ഒരു ദിവസം പുറത്തേതോ ഒരു കല്യാണത്തിന് പോയി വെള്ളം അങ്ങോട്ട് ചൂടാക്കാൻ വെച്ചിട്ടാ പോയത്. ആ ചേച്ചി തിരിച്ച് വിളിപ്പിച്ച് ഗ്യാസ് ഓഫ് ആക്കാനായിട്ട്. അതെന്തോ വലിയ കാര്യമായിട്ട് നമ്മളടുത്ത് പറയുവാണ്. അപ്പോഴാണ് ഇത്രത്തോളം വലിയ പുരുഷ കേസരികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് ആ സീൻ ഇട്ടത്. പിന്നെ ആ സീൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന എൻ്റെ ഒരു കുറവ് തന്നെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു സാധനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആ ഭാര്യ ഭർത്താവ് മാത്രമേ നമ്മൾ അതിന് മുമ്പ് കാണിക്കുന്ന സീനുകളുള്ളൂ. അപ്പോൾ ആ കത്തിക്കുന്ന സമയങ്ങളിലെല്ലാം നേരത്തെ അയാൾ ഭാര്യയെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. അതേസമയം മറ്റേടത്ത് ഗസ്റ്റുകൾ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയി പറയുന്നുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് പോയി ചായ ഇട്ടുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഒറ്റയ്ക്ക് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്റെ തെറ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഇക്വാലിറ്റികൾ വാക്കിൽ മാത്രം ഒതുങ്ങരുത്, അത് നമുക്ക് അല്ലാതെ കൂടി പ്രകടമാക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ കെ പപ്പന്മാർ ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു മാറ്റം, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആ ഒരു പാർട്ട്ണർ, അവരിതെല്ലാം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിതിനകത്ത് 24 മണിക്കൂർ ഫുള്ള് കാണിക്കുന്നില്ല, 15 മണിക്കൂറിനിപ്പുറം ഭാര്യാവേഷം അടിച്ചു വെക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. കാര്യം ഒരു സ്ത്രീയുടെ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഒരു പുരുഷനെ കഴിയത്തില്ല. തിരിച്ചു അതൊരിക്കലും ഒരാളിലേക്ക് മാത്രം ചേർന്ന് എത്തപ്പെടുന്ന ഒരു സാധനമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പുരുഷൻ മാത്രം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാതെ സ്ത്രീകൾ പറ്റത്തില്ലേ, എല്ലാ കാര്യവും നടക്കില്ല. കാര്യം നമ്മളെപ്പോഴും 2 ഇൻഡിവിജ്വൽ തന്നെയാണ്. ഒരിക്കലും പുരുഷന് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കോ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷനോ പറ്റത്തില്ല. നമ്മൾ തമാശയ്ക്കൊക്കെ പറയും കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നു, ശരിയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ മറ്റൊന്നും നിലനിൽപ്പില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. ഒരു ചെറിയ തലോടലോ ഈ പറഞ്ഞ പോലത്തെ ഒരു സ്നേഹമായിട്ടുള്ള നോട്ടവും, എത്രയോ കാലമായി കാണും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ജീവിത പങ്കാളിയെടുത്ത് നിന്നെ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എത്ര കാലമായി കാണുമെന്ന് നിങ്ങൾ ഓരോ നിമിഷം ഓർക്കുക. എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് ചിന്തിക്കുക. എപ്പോഴും പറയാറുണ്ട് തിരക്കുകളാണ് എല്ലാവർക്കും, ശരിക്കും നമുക്ക് ഈ തിരക്കുണ്ടോ എന്ന് ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം അവരുടെ ഒരു ഇതുണ്ടായി കഴിയുമ്പോൾ, അതായത് അവർ നമ്മുടെ അടുത്ത് പോകുമ്പോഴായിരിക്കും ഇച്ചിരി കൂടി നന്നായിട്ട് നമുക്ക് പെരുമാറാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും കൂടി സമയം കൊടുക്കാമായിരുന്നു, അല്ലെ അദ്ദേഹത്തോട് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. ഈ തോന്നലുകളെല്ലാം വരാതിരിക്കാനാണ് നമ്മളെ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ള സമയങ്ങൾ നമ്മൾ അവർക്കൊപ്പം തിരിച്ചും എല്ലാം, ഞാൻ സ്ത്രീകളെ എല്ലാം നല്ലതാണെന്നൊന്നും അല്ല പറഞ്ഞത്, ഒരു ദിവസത്തെ ഒരു കഥ ചുമ്മാ ഒന്ന് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം റെഡിയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്, അതിലേക്ക് ഒരുപാട് ഇരകളായിട്ടുള്ള പുരുഷന്മാരെ എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്നല്ല, എങ്കിലും മെജോറിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സിനിമയെ സ്വീകരിച്ച എനിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ധർമ്മ എന്ന മോളുടെ ഈ ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ ആദ്യത്തെ ചിത്രത്തിൽ അഭിനയിച്ച വ്യക്തിയാണ്. എനിക്ക് മനസ്സിലാവുന്നത് ഈ 1 നിന്ന് 7 മാറ്റം, വളരെ മുന്നോട്ടുള്ള നീക്കം, വളരെ സന്തോഷം തോന്നും. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സഹപ്രവർത്തക കൂടിയായ കുണ്ടറ പഞ്ചായത്ത് അംഗത്തിൻ്റെ ആ അഭിനയം കണ്ടു. കുണ്ടറ പഞ്ചായത്തിൽ കാണിക്കുന്ന അഭിനയം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ അല്ലെ ഡോക്യുമെന്ററി ഇത്തരം സംരംഭമായി മുന്നോട്ട് പോകണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഞങ്ങൾ കുട്ടയെണ്ണം എന്ന് വിളിക്കുന്ന തുളസിയണ്ണൻ, അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് ഇവിടെ ഓരോരുത്തരും പറയുന്ന അഭിനയം എനിക്കത് വലിയ അതിശോക്തി തോന്നുന്നില്ല. കാരണം 10-25 വർഷങ്ങൾക്ക് മുമ്പ് തെരുവ് നാടകം നമ്മുടെ നാട്ടിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അന്ന് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സി ബാലവി മത്സരിച്ച സമയത്ത് ഞാൻ തെരുവ് നാടകത്തിൽ അഭിനയിച്ച സമയത്ത് എന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ശ്രീ കുട്ടേണൻ. അതുകൊണ്ട് എനിക്കത് വലിയ അതിശയോക്തി തോന്നില്ല. വലിയ അഭിനയത്തിന്റെ ഇതെല്ലാം കൊണ്ട് പുറത്ത് ചാടി തുടങ്ങുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് വലിയ നിലയിൽ വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. കാരണം ഓരോ പുരുഷനും നമ്മളെപ്പോഴും ആഗ്രഹിക്കും ഞാൻ അവനായിരുന്നുവെങ്കിലെന്ന്, പക്ഷെ ഇവരത് ആഗ്രഹിക്കാറില്ല. അതേപോലെ ഒരു ദിവസം ഫുള്ള് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവരത് ചെയ്തിരുന്നുവെങ്കിൽ വളരെ സന്തോഷമായിരുന്നേ. എന്നാൽ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിക്കുമ്പോഴാണ് ഇപ്പോഴെന്റെ ഒരു മരണത്തിന് വീട്ടിൽ അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോഴും വരുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളം വെച്ചു, അപ്പോഴും നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു. പക്ഷെ അത് പുരുഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ വീട്ടുജോലി രാവിലെ വെളുപ്പിൽ എണീക്കുന്നവരൊട്ട് എന്നിട്ട് പാതിരാത്രി 11 മണിക്ക് കിടക്കുന്നവർ വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊതുപ്രവർത്തനം നടത്തുന്നവർ എങ്ങനെ, അല്ലാതെ ജോലിയുള്ളവരങ്ങനെ എല്ലാം ചെയ്ത് വീട്ടിലെ കുഞ്ഞുങ്ങളെ എല്ലാം സംരക്ഷിച്ച് അവരുടെ കാര്യങ്ങളെ നോക്കി ഭർത്താവിന്റെ കാര്യം നോക്കിയിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇത് കൊള്ളാം
എന്നുള്ള ഒരു ചെറിയൊരു വാക്കിലൂടെ ആ സ്ത്രീ വളരെയധികം, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നത് വളരെ കൃതാർത്ഥയാവും. പക്ഷെ അത് പറയാത്ത ഭർത്താക്കന്മാരായിരിക്കും ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ ഞാനൊരു സാരി കൊടുത്താൽ എന്റെ ഭർത്താവ് കൊള്ളത്തിലേക്ക് അത് മാറ്റാൻ പറയുന്ന ഒരാളാണ്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതേപോലെ നമ്മൾ പരസ്പരം വേണുസാറിനെ കുറ്റപ്പെടുത്തിയല്ല, വേണുസാറിന് കൊച്ചുങ്ങളെ കാര്യം നോക്കുന്ന സമയം കൊണ്ടേ അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. രാവിലെ എത്ര പേരൻസിന്റെ ഫോണായിരിക്കും വരുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെ വന്ന ഒരാളാണ്. ഇന്ന് ഈ പരിപാടി ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഗോവേണൻ എന്നെ വീട്ടിലാക്കാൻ ടൈം ഇല്ലാത്തത് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഏതായാലും ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. അതുപോലെ തന്നെ തുളസിയുടെ ഒരുപാട് പേര് മോളും എത്തട്ടെ. ഇവിടെയുള്ള കുണ്ടറയിലെ ഞാൻ പറയുന്ന ഒരുമാതിരി വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബികളുണ്ട്, ഒരുപാട് കലാകാരികളാണ്. പക്ഷെ മനസ്സിലിങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അവർക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ ഒരുപാട് പേരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം ഒന്നുകൂടെ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ കലാകാരി ജീവിക്കുകയായിരുന്നു. സാധാരണ ജീവിതത്തിൽ എന്ന പോലെ പഞ്ചായത്ത് മെമ്പറാണ് മുന്നിട്ടാമി മെമ്പർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു, പഞ്ചായത്ത് മെമ്പർ അറിയത്തില്ലായിരുന്നു. ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. മെഡിക്കൽ ക്യാമ്പ് നടന്നു. ആശുപത്രിമുക്ക് സഹൃദയ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും NS സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S. വിനൂപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് B. ഉല്ലാസ്, മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ സുശീല വേണുഗോപാൽ, ഇളമ്പള്ളൂർ പഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷ ഷീലാകുമാരി, വാർഡംഗം അനീജി ലൂക്കോസ്, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ, വേണൂസ് കോളേജ് ഡയറക്ടർ R. വേണുഗോപാലപിള്ള, ബിജു പ്രസാദ് എന്നിവർ സംസാരിച്ചു. മഴക്കാല പ്രതിരോധ ചികിത്സാ ക്യാമ്പ് കിഴക്കേക്കരട് പഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് മഴക്കാല രോഗ പകർച്ചവ്യാധി പ്രതിരോധ ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ക്യാമ്പുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ S. ശ്രുതി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ A. സുനിൽ പാട്ടത്തിൽ, വാർഡംഗം വിജയമ്മ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീവ് വിശ്വനാഥ്, ഡോക്ടർ ജയ എന്നിവർ സംസാരിച്ചു. നാട്ടുപട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നലെ റിലീസ് ചെയ്ത ലൈല ക്രിയേഷൻസിന്റെ സിനിമ ഞാൻ നീഞ്ഞ എന്ന സിനിമ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ പ്രേക്ഷകരും എൻ്റെ സുഹൃത്തുക്കളും നമ്മളോട് താല്പര്യമുള്ളത്, അതായത് സിനിമയോട് താല്പര്യമുള്ളവരില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നഷ്ടവുമില്ലാത്ത ഒരു ചിലവ് കുറഞ്ഞ എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമായ ഒരു കാര്യം, ഞങ്ങളുടെ സിനിമ നിങ്ങൾ കൃത്യമായി കാണുക. അതുപോലെ തന്നെ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. കഴിയുന്നത്ര നമ്മുടെ സിനിമയ്ക്കൊരു പ്രചാരം നൽകാൻ, ഒരു ലൈക്ക് തരാൻ, ഒരു ഷെയർ തരാൻ, അത് ഒന്നുകൂടി ഒന്ന് കാണാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഇപ്പം 7 സിനിമ യൂട്യൂബിലുണ്ട്. 7 സിനിമയും നിങ്ങൾ ഒന്ന് കാണണം. അത് ചിലപ്പോൾ അവസാനത്തെ സിനിമയായിരിക്കും ഒരാളുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. അതിന് മുകളിലുള്ള സിനിമകളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ യൂട്യൂബിലേക്ക് പോയി ഞങ്ങളുടെ ലിങ്കിലേക്ക് കയറി ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നാളെ നമുക്ക് പരസ്പരം കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം ആകാം.